തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കോൺഗ്രസിന്റെ രഹസ്യ സർവേ റിപ്പോർട്ട് പുറത്തായി. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് അതീവ ശ്രദ്ധ വേണ്ടതെന്ന് സ്വകാര്യ ഏജൻസി ഹൈക്കമാൻഡിന് കൈമാറിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ജില്ലകളിലെ BJP സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരും. അടിത്തട്ട് മുതലുള്ള സംഘടനാ ദൗർബല്യം മനസ്സിലാക്കണം. കൃത്യമായി പഠിച്ച് പ്രാദേശിക സ്വാധീനമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹിയിലെത്തിയ KPCCയുടെ പുതിയ നേതൃത്വമായി ഹൈക്കമാൻഡ് ചർച്ച ചെയ്തത് ഈ റിപ്പോർട്ട് വെച്ചാണ്. വാർഡിലെ ഓരോ വീടിനെ കുറിച്ചും സമഗ്ര വിവരങ്ങൾ അടങ്ങിയ സർവേ റിപ്പോർട്ടാണിത്. വീട് കയറി ബന്ധങ്ങൾ ദൃഢമാക്കാൻ KPCC തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും കുടുംബ സംഗമങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല. വാർഡിലെ ഓരോ കുടുംബത്തിലെയും അംഗങ്ങളുടെ പേരും വിവരവും ഉൾപ്പെടുത്തിയ കുടുംബ രജിസ്റ്റർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു വീട്ടിൽ വാർഡ് കമ്മിറ്റി അംഗങ്ങൾ എത്തണം. സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി വിവിധ സാമൂഹിക ഗ്രൂപ്പുകളുമായി ഊഷ്മള ബന്ധം സ്ഥാപിക്കണമെന്നും താഴെത്തട്ടിൽ കർശന നിർദ്ദേശമുണ്ട്. പാർട്ടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന രേഖയും പ്രതിപക്ഷത്തിരിക്കുന്നിടങ്ങളിൽ കുറ്റപത്രവും തയ്യാറാക്കുന്നതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ബ്ലോക്ക് വാർഡ് തല ശില്പശാലകൾ പുരോഗമിക്കുകയാണ്. അടുത്ത മാസത്തോടെ വാർഡ് പുനർവിഭജനം പൂർത്തിയാകുമെന്നാണ് കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വാർഡ് കമ്മിറ്റികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയുള്ള KPCCയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിനുശേഷം ഉണ്ടാകും. ജില്ലാതലങ്ങളിൽ കോർ കമ്മിറ്റികൾ ഇടപെട്ടിട്ടും തീരാത്ത പ്രശ്നങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പരിഹരിക്കാൻ വർക്കിംഗ് പ്രസിഡന്റുമാരും സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും ഉൾപ്പെട്ട സംഘത്തെ പാർട്ടി നേരത്തെ നിയോഗിച്ചിരുന്നു. ഈ മാസം മുതൽ സംഘം ജില്ലാതല സന്ദർശനം നടത്താനിരിക്കെയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരെ അപ്രതീക്ഷിതമായി മാറ്റിയത്. പുതിയ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ അതിവേഗം തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഡിസംബറിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് സമ്പൂർണ്ണ മുഖം മാറ്റത്തിനുള്ള നീക്കങ്ങൾ പാർട്ടി ഊർജിതമാക്കി. തലപ്പത്ത് വരുത്തിയ മാറ്റത്തിനൊത്ത ടീമിനെ സംഘടനാ തലത്തിലും ജില്ലാ തലത്തിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിയോഗിക്കുക എന്ന വലിയ ദൗത്യമാണ് KPCCയുടെ പുതിയ ടീമിന് മുന്നിലുള്ളത്. ഡൽഹിയിൽ AICC നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യമാണ് സജീവ ചർച്ചയായത്. പുതിയ നേതൃത്വത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ KPCC ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും നിയോഗിക്കുക എന്നതിനാണ് പ്രാഥമിക പരിഗണന. 3 മാസത്തിനുള്ളിൽ പുതിയ മുഖം സ്വീകരിക്കാനാണ് പാർട്ടി ഒരുങ്ങുന്നത്. ഇതിനൊപ്പം തൃശൂർ ഒഴികെയുള്ള DCCകളിൽ പുതിയ നേതൃത്വം എത്തുമെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിക്ക് താഴെത്തട്ടിൽ ശക്തമായ സംഘടനാ സംവിധാനം ഒരുക്കുക എന്നാണ് പുതിയ KPCC നേതൃത്വത്തിന്റെ ആദ്യ വെല്ലുവിളി. 7 മാസത്തിനുള്ളിൽ വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുകയും മണ്ഡലം കമ്മിറ്റികളിൽ ഭാരവാഹികളെ കണ്ടെത്തുകയും വേണം. എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനയെ സജ്ജമാക്കുന്നതിനൊപ്പം മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞാൽ പുതിയ നേതൃത്വത്തിന് അത് വലിയ നേട്ടമാകും. പിന്നാലെ എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കളമൊരുക്കാനുള്ള നിർണായക അവസരമാണ് നേതാക്കൾക്ക് മുന്നിലുള്ളത്. 2026 അല്ല 2025 പ്രാഥമിക പരിഗണനയെന്ന് ചുമതലയേറ്റപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞതും ഇത് മുന്നിൽ കണ്ടാണ്. കേരളത്തിലെ LDF സർക്കാരിന് എതിരായ ജനവികാരം പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്നും ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുമാണ് രാഹുൽ ഗാന്ധി പുതിയ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത്.